മർമ്മമറിഞ്ഞ് അടിച്ചാൽ ഏത് ഗുസ്തിക്കാരനും വീഴുമെന്നത് പിണറായി വിജയന്റെ കാര്യത്തിലും സത്യമാണ് എന്ന് കെ സുധാകരൻ തെളിയിച്ചു. ഊരിപ്പിടിച്ച വാളുകളുടെ മധ്യത്തിലൂടെ നെഞ്ചുവിരിച്ച് നടന്നതിനെക്കുറിച്ചും മറ്റും വല്ലാതെ ഊറ്റം കൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ അടിച്ചു പപ്പടമാക്കിയിട്ടുണ്ടെന്ന് സുധാകരൻ ഇട്ട ചൂണ്ടയിൽ പിണറായി കൊത്തി. മുഖ്യമന്ത്രിയുടെ പതിവ് പത്രസമ്മേളനത്തിന്റെ അരമണിക്കൂറിലധികം സമയം സുധാകരന്റെ ഈ അവകാശവാദത്തിന് മറുപടി പറയുവാനായി അദ്ദേഹം വിനിയോഗിച്ചത് പുതിയ KPCC അധ്യക്ഷനായി എത്തിയ സുധാകരന് നല്ല മൈലേജാണ് ഉണ്ടാക്കിയത്. എന്നെ അടിച്ചില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരെ വിരട്ടി ഓടിച്ചെന്നും മുഖ്യമന്ത്രി ആംഗ്യവും അടയാളങ്ങളും എല്ലാം കാട്ടി അവകാശപ്പെട്ടു. രണ്ടാം വരവിൽ വളരെ സൂക്ഷിച്ച് പ്രതികരണങ്ങൾ നടത്തിവന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുപറ്റി എന്ന് നിഷ്പക്ഷ നിരീക്ഷകർക്ക് പോലും സംശയമായി. സുധാകരൻ പറഞ്ഞത് കളവാണെന്ന് മാത്രമല്ല, തൻ്റെ സുഹൃത്തായ മറ്റൊരു KSU നേതാവിൻ്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങിയതുകൊണ്ട് സുധാകരൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നും പിണറായി പറഞ്ഞു. ഒരു പടി കൂടി കടന്ന് സുധാകരനെതിരെ P. രാമകൃഷ്ണനെ പോലുള്ള കണ്ണൂർക്കാരായ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള വിപരീത പ്രതികരണങ്ങളും ഉദ്ധരിക്കുവാൻ പിണറായി മറന്നില്ല. തൻ്റെ മക്കൾ കുട്ടികളായിരുന്ന കാലത്ത് അവരെ തട്ടിക്കൊണ്ടുപോകുവാൻ സുധാകരൻ പരിപാടിയിട്ടിരുന്നതായി കോൺഗ്രസ്സുകാരായ തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുവരെ അദ്ദേഹം പറഞ്ഞു. അതോടെ കണ്ണൂരിലെ CPM കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദമായി സുധാകരൻ പത്രക്കാരോട് പറഞ്ഞു. അടുത്ത കാലത്തായി ജനം മറന്നു തുടങ്ങിയ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം ഒറ്റ ദിവസം കൊണ്ട് സജീവ ചർച്ചാ വിഷയമാക്കുവാൻ സുധാകരനായി. പിണറായിയുടെ നേതൃത്വത്തിലുള്ള 30 സംഘം വാളുകൾ കൊണ്ട് തന്നെ വെട്ടിയെന്ന പരാതിയുമായി കണ്ടോത്ത് ഗോപി എന്ന പ്രവർത്തകനെയും സുധാകരൻ അവതരിപ്പിച്ചു. ഇതിന്റെ വെളിച്ചത്തിൽ പുതിയ കേസുകൾക്കായി ഇരുപക്ഷവും നീക്കവും ആരംഭിച്ചു. പിണറായി വിജയനെ മർദ്ദിച്ച സംഭവം തന്നെ അഭിമുഖം നടത്താൻ വന്ന പത്രക്കാരനോട് ഓഫ് ദി റെക്കോർഡായി പറഞ്ഞതാണെന്നും അതിൽ മേനി പറഞ്ഞതല്ലെന്നും സുധാകരൻ വിശദീകരിച്ചു. പത്രക്കാരൻ കാണിച്ച വിശ്വാസവഞ്ചനയാണ് പ്രശ്നമായത്. ഈ നിലപാടിലൂടെ ആക്രമിക്കുന്നതും അതിൽ അഭിമാനിക്കുന്നതും കോൺഗ്രസിന്റെ രീതിയല്ലെന്ന് വ്യക്തമാക്കുവാനും കോൺഗ്രസിന്റെ സമാധാന ശൈലിയെക്കുറിച്ചുള്ള അവകാശവാദം ആവർത്തിക്കുവാനും സുധാകരൻ ശ്രമിച്ചു. 28 കോൺഗ്രസ്സുകാരെ CPMക്കാർ കൊന്നിട്ടുണ്ട്, തന്നെ വധിക്കാൻ കാത്തുകിടന്നിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് താൻ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും പോയ വഴി മടങ്ങാറില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ കയ്യിൽ ചോരക്കറയില്ലെന്നും BJP പ്രവർത്തകനെ വധിച്ച കേസിൽ പിണറായി 1-ാം പ്രതിയായിരുന്നുവെന്നുമെല്ലാം സുധാകരനെ ഓർമ്മിപ്പിക്കാനായി. സുധാകരന്റെ കൗണ്ടർ പത്രസമ്മേളനം വന്നതോടെ പിണറായിക്ക് കെണി മനസ്സിലായ മട്ടുണ്ട്. രണ്ടാളുടെയും പത്രസമ്മേളനങ്ങളിലെ വാക്പോര് ഒരു വിനോദ പരിപാടി കാണുന്ന കൗതുകത്തോടെ പത്രക്കാരും നാട്ടുകാരും കണ്ടിരുന്നു എന്നതാണ് സത്യം. സുധാകരൻ പറഞ്ഞതോ പിണറായി പറഞ്ഞതോ ആരും പൂർണ്ണമായി വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അക്കാലത്ത് അടിയും തിരിച്ചടിയും സാധാരണയായിരുന്നു. KSUവും SF എല്ലാം ക്യാമ്പസിൽ വേരുപിടിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അടിയും തിരിച്ചടിയും എല്ലാ കോളേജിലും തന്നെ നടന്നു. അടിക്കുന്നവർക്ക് തിരിച്ചടിയും കിട്ടിയിരിക്കാം. പിണറായിക്ക് മാത്രമായി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവയിലൊക്കെ എന്തേ ഇത്ര ശ്രദ്ധിക്കാൻ എന്ന മട്ടിൽ സുധാകരന്റെ വാക്കുകളെ അവഗണിച്ചവരും പിണറായിയുടെ പ്രതികരണത്തോടെ സുധാകരൻ പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. 1967 തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വെച്ച് സുധാകരനും KSUക്കാരും ചേർന്ന് പിണറായിയെയും SFകാരെയും അടിച്ചിട്ടുണ്ടാവാം. അടിയുടെ കാര്യത്തിൽ KSUക്കാർ അത്ര മോശമായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണല്ലോ മഹാരാജാസിലെ ജോൺ ബ്രിട്ടോ. ഒന്നുണ്ട്, അടിയുടെയും തിരിച്ചടിയുടെയും കത്തിക്കുത്തുകളുടെയും ആ നാളുകളിൽ വലിയ ഹരം കാണുന്നവരല്ല ഇന്നത്തെ ജനം. സമാധാനപൂർവമായ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. പിണറായിയെ വീണ്ടും ജനം തെരഞ്ഞെടുത്തതിന് കാരണം നാട്ടിൽ നിലനിൽക്കുന്ന താരതമ്യേന മെച്ചപ്പെട്ട സമാധാന അന്തരീക്ഷവും കോവിഡ് കാലത്ത് കൊടുത്ത കരുതലുമാണ്. വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അടിക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്ത് നിങ്ങൾ എല്ലാം കൂടിയാണ് മാതാപിതാക്കളെയും പഠിച്ചു മിടുക്കരാകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും അരാഷ്ട്രീയക്കാർ പോലും ആക്കുന്നത്. കോൺഗ്രസും CPMും തമ്മിലുള്ള അടിയുടെയും തിരിച്ചടിയുടെയും വിവാദം വനം കൊള്ളയ്ക്കെതിരെ ഉയർന്ന ജനരോഷം മറയ്ക്കാനാണ് എന്ന വാദവുമായി BJP വരുന്നുണ്ട്. കുഴൽപ്പണവും പണം കൊടുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റിയെന്ന ആക്ഷേപവും എല്ലാം കേരളത്തിലെ BJPയെ വല്ലാതെ വേട്ടയാടുകയാണ്. സർക്കാർ നീക്കത്തിനെതിരെ കൂട്ടായി പ്രവർത്തിക്കുവാൻ എടുത്ത തീരുമാനം നല്ലതാണ്. ശത്രു വരുമ്പോഴെങ്കിലും ഒന്നിച്ചില്ലെങ്കിൽ പിന്നെ എന്ന്. കർഷകരെ മറയാക്കി വലിയ വനം കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കർഷകർക്ക് കിട്ടേണ്ട ന്യായ അവകാശങ്ങൾക്കെതിരെ പോലും ജനരോഷം ഉയർത്തുന്നവയാണ് ഉന്നത തലത്തിലുള്ളവർ കർഷകരെ മറയാക്കി നടത്തുന്ന വനം കൊള്ള. ഉത്തരവിൻ്റെ മറവിൽ വലിയ കൊള്ള നടക്കുന്നു എന്ന് കാണിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ രേഖാമൂലമുള്ള മുന്നറിയിപ്പുകൾ പോലും വല്ലാതെ അവഗണിക്കപ്പെട്ടു. എന്തേ അങ്ങനെ സംഭവിച്ചു?
CPIയുടെ റവന്യൂ മന്ത്രിമാരായിരുന്ന കെ ഇസ്മായിലും KP രാജേന്ദ്രനും ചന്ദ്രശേഖരനും ഒന്നുപോലെ തങ്ങളുടെ ഭരണകാലത്ത് വനം കൊള്ള വിഭാഗത്തിൽ പെട്ടിരുന്നു എന്നത് സത്യം. കക്കാനും നിൽക്കാനും അറിയുന്നത് കൊണ്ടാവണം ഒന്നും വലിയ ഇഷ്യൂ ആയില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സാക്ഷാൽ KM മാണിയാണ് വനം വകുപ്പിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 7000 ഏക്കർ വനഭൂമി കയ്യേറ്റക്കാർക്ക് പതിച്ചു കൊടുത്തു എന്നതായിരുന്നു മാണിയുടെ ആക്ഷേപം. കർഷകരെ മുന്നിൽ നിർത്തി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന കൊള്ള തേഞ്ഞുമാഞ്ഞു പോകുന്നത് നാടിന് ദുരന്തമാണ്. പ്രതികളെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും ഇല്ലാതെ വരുമ്പോൾ പ്രതിപക്ഷം തുറന്നു കൊടുക്കുന്ന വഴിയല്ലേ ജുഡീഷ്യൽ അന്വേഷണം എന്ന് സംശയിക്കണം. ഇക്കാലം അത്രയും നടന്നിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണങ്ങൾ കൊണ്ട് ഏതാനും മുൻ ജഡ്ജിമാർക്കും സിൽബന്ദികളായ ഏതാനും ഉദ്യോഗസ്ഥർക്കും സർക്കാർ പണം കൊടുക്കാം എന്നല്ലാതെ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? വനം കൊള്ളയ്ക്ക് വേണ്ടത് പോലീസ് അന്വേഷണവും പ്രതികളുടെ അറസ്റ്റുമാണ്. ജുഡീഷ്യൽ അന്വേഷണം ദൂർത്തല്ലാതെ പരിഹാരമല്ല. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം അടഞ്ഞുകിടക്കുന്ന ബാറുകൾ തുറക്കുവാൻ അനുവദിച്ചപ്പോഴും ആരാധനാലയങ്ങൾ തുറക്കുവാൻ അനുമതി നൽകാത്ത സർക്കാർ നിലപാടിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. ദൈവവിശ്വാസികൾക്ക് വലിയ അമർഷം ഉണ്ടാക്കിയ തീരുമാനമാണിത്. കത്തോലിക്ക മെത്രാൻ സമിതി അടക്കമുള്ളവർ സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തു വന്നു. മുസ്ലിം ലീഗ് ആരാധനാ സ്വാതന്ത്ര്യത്തിനായി ബഹുജന സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സൂക്ഷിക്കണം ആ ആഹ്വാനത്തെ. ബുധനാഴ്ചയ്ക്കകം തീരുമാനം എന്നാണ് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത്രയും വൈകിച്ചത് അവിവേകമായി എന്ന് കരുതുന്നവർ ഏറെയുണ്ട്. രാഷ്ട്രീയക്കാർ വീണ്ടും നിയമം ലംഘിച്ച് ദുർമാതൃകയായി. KPCC അധ്യക്ഷനായി K സുധാകരൻ ചുമതലയേറ്റ സമയത്ത് എന്തായിരുന്നു ഇന്ദിരാഭവനിലെ ജനക്കൂട്ടം? പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം തരംഗത്തിലേക്ക് കേരളത്തെ നയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആരെയും കൂസാതെ രാഷ്ട്രീയ നേതാക്കൾ കറങ്ങി നടന്നു, പദയാത്രകൾ നടത്തി, കോവിഡ് വ്യാപകമാക്കി. ജനം സഹിക്കുന്നു. ഇനിയും ഇവർ പറയുന്നത് കേട്ട് ജനം അനുഭവിക്കും. നേതാക്കന്മാർക്ക് സൗജന്യമായി മുന്തിയ ചികിത്സയും മറ്റും ലഭിക്കും. എല്ലാം ഓർക്കുക. തലേന്ന് രാത്രി വരെ എന്നോടൊപ്പമെന്ന് പറഞ്ഞ ചില MLA മാർ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ കൈപ്പിടിച്ചു വളർത്തിയവർ അക്കൂട്ടത്തിലുണ്ട്. ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചവരുണ്ട്. ചില ഘടകകക്ഷികളെ പോലും പിണക്കി സീറ്റ് നൽകിയവരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവർ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. കോൺഗ്രസിൽ അടുത്ത കാലത്ത് നടന്ന നേതൃത്വ മാറ്റ പ്രക്രിയയെക്കുറിച്ച് രമേശ് ചെന്നിത്തല നടത്തിയ ഹൃദയം പിളർന്ന വാക്കുകളാണ് ഇവ. രമേശ് സംസാരിച്ചത് ഹൃദയത്തിൽ നിന്നാണെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കെങ്കിലും മനസ്സിലാകും. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലും ചോർച്ച ഉണ്ടായതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്നും രമേശ് പറഞ്ഞു. ചോദ്യത്തിനുള്ള ഉത്തരമായാണ് രമേശ് ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരെക്കുറിച്ച് പറഞ്ഞത്. എങ്കിലും രണ്ട് ഗ്രൂപ്പിലെയും അവശിഷ്ട ഭാഗങ്ങൾ ഒത്തുചേരുമോ എന്ന ചോദ്യം പ്രസക്തമായി വരുന്നുണ്ട്. വിഷമം പ്രകടമാക്കുന്ന വിധത്തിൽ വളരെ വ്യത്യാസമുള്ളവരാണ് രമേശും ഉമ്മൻചാണ്ടിയും. ഉമ്മൻചാണ്ടി ഒന്നും പരസ്യമായി പറയാറില്ല. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കെതിരെ കരുക്കൾ നീക്കുകയാണെന്ന് അറിയില്ലേ? മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും അധികാരം കിട്ടാൻ നോക്കുന്നു, പിടിക്കാൻ നോക്കുന്നു, അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, അതിൽ എന്ത് കുറ്റം പറയാൻ? അടുത്ത ചോദ്യം, അതിനർത്ഥം നമ്മൾ മറുകളി കളിക്കണമെന്നല്ലേ? OC ഒന്നും മിണ്ടിയില്ല, പുഞ്ചിരിച്ചു. രമേശ് അങ്ങനെയല്ല. കൂടെ നിന്ന ശേഷം ചതിച്ചവരോട് അദ്ദേഹം പിന്നീട് മിണ്ടിയിട്ടേയില്ലെന്നാണ് വാർത്ത. നിയമസഭയിൽ നേരിട്ട് കണ്ടാൽ പോലും ചിരിക്കുകയോ സംസാരിക്കുകയോ ഇല്ല. അതിലൊരു സത്യമുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർക്ക് നല്ലതാണോ ആവോ? മുഖത്ത് നോക്കി ചിരിക്കുന്നവരെല്ലാം സ്നേഹിതരാണെന്ന് കരുതരുത്. മുന്നിൽ വന്ന് പുകഴ്ത്തുന്നവരെല്ലാം നമുക്കൊപ്പം ഉണ്ടാകില്ല. KPCCയുടെ പുതിയ സാരഥിയായി K സുധാകരൻ ചുമതലയേൽക്കുമ്പോൾ എല്ലാ വേദനയും ഉള്ളിലൊതുക്കിക്കൊണ്ട് രമേശ് പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും അപമാനകരമായി ഇറക്കിവിട്ടതിൻ്റെ സങ്കടം പ്രകടിപ്പിക്കുകയായിരുന്നു രമേശ്. അതിലൂടെ കോൺഗ്രസിലെ മാത്രമല്ല സമകാലീന ലോകത്തെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ സൂചന നൽകുകയായിരുന്നു. ഒരിക്കൽ കേരളത്തിലെ CPMന്റെ ആവേശമായിരുന്ന VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ഒരു യുവ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതായി കേരളം വായിച്ചതല്ലേ? ഹൈക്കമാൻഡ് നിയോഗിച്ചതനുസരിച്ച് 9 വർഷം KPCCയെ നയിച്ചവനാണ് രമേശ്. 3 വർഷത്തിലധികം ആഭ്യന്തരമന്ത്രിയായി, 5 വർഷം പ്രതിപക്ഷ നേതാവുമായി. അതുകൊണ്ട് ഏറെ അനുഭവ സമ്പന്നനാണ് രമേശ് ചെന്നിത്തല. രമേശിന്റെ നിയമനങ്ങളെല്ലാം നടന്നതും സുധാകരനെയും സതീഷിനെയും നിയമിച്ചതുപോലെ ആയിരുന്നു എന്നതും കോൺഗ്രസിന്റെ ദുർഗതിയുടെ കാരണമായിട്ടുണ്ട്. തനിക്കുണ്ടായ ദുര്യോഗത്തിന്റെ കഥ രമേശ് സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഉപേക്ഷിക്കുവാൻ താൻ സന്നദ്ധനായതാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന മികവില്ലായ്മ കൊണ്ടല്ലല്ലോ പാർട്ടി തോറ്റത് എന്ന മറുചോദ്യത്തിലൂടെ ഉമ്മൻചാണ്ടിയാണ് പദവിയിൽ തുടരാൻ തന്നെ പ്രേരിപ്പിച്ചത്.
ഉമ്മൻചാണ്ടി ആദ്യാവസാനം തനിക്ക് പിന്തുണയും നൽകി എന്നാണ് രമേശ് പറയാതെ പറഞ്ഞത്. ഉമ്മൻചാണ്ടി കൂടി പിന്തുണ കൊടുത്തതോടെ രമേശും ചാണ്ടിയും ചേർന്ന് മത്സരിപ്പിച്ച് ജയിച്ചവരുടെ ഏകകണ്ഠമായ പിന്തുണ രമേശ് പ്രതീക്ഷിച്ചു. അടുത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേതൃത്വമാറ്റം എന്ന ആഗ്രഹം ഉണ്ടോ എന്നതായിരുന്നു. ഇതേക്കുറിച്ച് രമേശും ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി തിരക്കി. കോൺഗ്രസ് MLA-മാരുടെ മനസ്സറിയാൻ എത്തിയ ഹൈക്കമാൻഡുകാരൻ മല്ലികാർജുന ഖാർഗെയോട് ഉമ്മൻചാണ്ടിയും രമേശും നേരിട്ട് ഇക്കാര്യം അന്വേഷിച്ചു. അങ്ങനെ ഒരു ആഗ്രഹവും ഹൈക്കമാൻഡിന് ഇല്ലെന്നായിരുന്നു അദ്ദേഹം രണ്ടുപേരോടും പറഞ്ഞത്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഇപ്പോൾ ഏറെ സ്വാധീനമുള്ള പഴയ ഗ്രൂപ്പുകാരൻ KC വേണുഗോപാലിനോടും തിരക്കി. ഉമ്മൻചാണ്ടിയാണ് ഇക്കാര്യം തിരക്കിയത്. രമേശും വേണുവും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലാത്തതാവണം അതിനു കാരണം. കേരളത്തിലെ കോൺഗ്രസിൽ ഇന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടി വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയാണ് അന്വേഷിച്ചത് എന്നും രമേശ് പറയുന്നു. അങ്ങനെ ഒരു ചിന്ത ഹൈക്കമാൻഡിന് ഇല്ലെന്നാണ് വേണുഗോപാലും പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ പദവി ഒഴിയാതിരുന്നത് എന്ന് രമേശ് വ്യക്തമാക്കി. രമേശ് പറയുന്ന ചതിയന്മാർ സമകാലീന കോൺഗ്രസിൻ്റെ മാത്രം പ്രത്യേകതയല്ല. എക്കാലത്തും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഇത്തരം ചതിയന്മാരുടെ വല്ലാത്ത ചതി അനുഭവിക്കേണ്ടി വന്നതിൻ്റെ കഥകൾ ചരിത്രത്തിലുണ്ട്. പക്ഷെ ചതിയെന്ന് ചതിക്കപ്പെടുന്നവർ ചിത്രീകരിക്കുന്ന ഈ സംഭവങ്ങൾ ചതിച്ചെന്ന് പറയുന്നവരുടെ അതിജീവന തന്ത്രങ്ങളായിരുന്നു എന്നതും സത്യം. ഇത്തരം ചതികളിലൂടെയല്ലേ പലരും ഉയർന്നു വന്നത്. വലിയ ശാപം പേറിയ പലരും ഒന്നും അല്ലാതായി പോയതും. സങ്കടപ്പെട്ടിരുന്ന രമേശിനെ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചും സംസാരിച്ചു. അദ്ദേഹം എന്തെല്ലാമാണ് വാഗ്ദാനം ചെയ്തതെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയും VD സതീശനും ഡൽഹിക്ക് പോയിട്ടുണ്ട്. രമേശിനും AICC സെക്രട്ടറി പദം വന്നാൽ കേരളത്തിലെ എത്രയോ നേതാക്കന്മാർ കോൺഗ്രസ് ദേശീയ തലത്തിലായി. ആന്റണി, വേണു, ഉമ്മൻചാണ്ടി. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് തനിക്കിഷ്ടമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധിയായിരുന്നു എന്ന് രമേശ് അനുസ്മരിക്കുന്നത് വെറുതെയാവില്ല. ഇവിടെ കിടന്ന് ഓടുന്നതിന് പകരം ഹൈക്കമാൻഡിലെ പിടിയുമായി ഡൽഹിയിൽ തങ്ങിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നൂലിൽ കെട്ടി ഇറങ്ങി വരാനാകും. രാഹുലുമായുള്ള സംസാരത്തിന് ശേഷം ഉമ്മൻചാണ്ടിയെ കൂടി കൂട്ടി ഞങ്ങൾ എന്ന് രമേശ് പറഞ്ഞതിൽ പലർക്കും ഒരു കൗതുകം വന്നിട്ടുണ്ട്. രമേശിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഗ്രൂപ്പുകളിൽ ബാക്കിയുള്ള വിശ്വസ്തർ ചേരുന്ന ഒരു ഗ്രൂപ്പ് നല്ല ചിന്തയാണ്. രണ്ടു കൂട്ടർക്കും ഇപ്പോൾ ശത്രുപക്ഷത്തുള്ള ഒരു ഹൈക്കമാൻഡ് ഉണ്ട്, KC വേണുഗോപാൽ. ഉമ്മൻചാണ്ടിയെ കാണാൻ വേണു അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലാതെ തൻ്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. രാഹുലിൻ്റെ അടുത്തുള്ള ബന്ധം ഉപയോഗിച്ച് ഗുലാം നബി ആസാദിനെ പോലുള്ളവരോട് പോലും വേണു അങ്ങനെയാണ് പെരുമാറുക എന്ന് പ്രചരണമുണ്ട്. ആന്റണിയെ പോലും ഒന്നിനും അടുപ്പിക്കുന്നില്ല എന്ന് പരിഭവിക്കുന്നവരും ഉണ്ട്. രമേശിനെ കാണാൻ വേണു പക്ഷേ കേരള ഹൗസിലെത്തി. നല്ല രീതി. വേണുവിനെതിരായി ആക്ഷേപങ്ങളുടെ കെട്ടഴിക്കപ്പെടുന്നുണ്ട്. ആ ശ്രമങ്ങൾ തന്ത്രപൂർവ്വം വലുതാകാനിടയുണ്ട്. പഴയകാല കേസുകളടക്കം പലതും ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം. ആദർശത്തിൻ്റെ ആൾരൂപം പോലെ പ്രത്യക്ഷപ്പെടുന്ന സതീശിൻ്റെ പ്രതിച്ഛായയ്ക്കും പറ്റിയ കളങ്കങ്ങൾ അന്വേഷിക്കപ്പെടുന്നുണ്ട്. G കാർത്തികേയൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലത്തെ ചില സംഭവങ്ങളൊക്കെ പരതുന്നവരുണ്ട്. അതെല്ലാം ചതിയിൽ വരുമോ ആവോ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായ PT ചാക്കോ മുതൽ എത്ര പേർ അനുഭവിച്ച സത്യമാണ് ഇന്നും തുടരുന്നത്. 1957 ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമരം നയിച്ച നേതാവായിരുന്നു ചാക്കോ. സർക്കാരിനെതിരെ നടത്തിയ വിമോചന സമരം മാത്രമല്ല, ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷത്തെ ഒരു കുടക്കീഴിലാക്കുവാനും ചാക്കോ വിജയിച്ചു. അങ്ങനെ പട്ടം പിള്ളയുടെ PSPയും മുസ്ലിം ലീഗും എല്ലാം ഒരു മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കോൺഗ്രസും ആ മുന്നണിയും അധികാരം തിരിച്ചുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ആരാവണം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് എന്ന ചോദ്യം സജീവമായി. ചാക്കോയും അന്നത്തെ KPCC അധ്യക്ഷൻ R ശങ്കറും പാർട്ടി ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ഡൽഹിക്ക് പോയി. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയിൽ ഒന്നിച്ചു നിന്ന് പോരാടിയവരാണ് ചാക്കോയും ശങ്കറും. CK ഗോവിന്ദൻ നായർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ തുടങ്ങിയവർ ചേർന്ന് ശക്തമായ എതിർചേരി അവർക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ഡൽഹിക്കുള്ള വിമാനത്തിലിരുന്ന് ശങ്കറും ചാക്കോയും തമ്മിൽ ഒരു ധാരണയിലെത്തി. മുഖ്യമന്ത്രി പദവി കിട്ടിയാൽ ശങ്കറിനെടുക്കാം, ചാക്കോ സംഘടനാ രംഗത്തേക്ക് മാറും. ഇല്ലെങ്കിൽ തനിക്ക് നിയമസഭാ കക്ഷി നേതൃസ്ഥാനം തരണം. ശങ്കർ സമ്മതിച്ചു. തിരിച്ചുവന്ന് മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകളായി. കോൺഗ്രസിനും ശങ്കറിനും മുഖ്യമന്ത്രി പദവി എന്ന വാദം PSP അംഗീകരിച്ചില്ല. പാർട്ടി ബന്ധങ്ങൾക്ക് അതീതമായി സാമുദായികമായ ചില കൂടിയാലോചനകൾ തലസ്ഥാനത്ത് നടന്നു. കേശവദാസപുരം കേന്ദ്രമാക്കി ഒരു കൂട്ടരും പേട്ട കേന്ദ്രമാക്കി അടുത്ത കൂട്ടരും ചർച്ചകളും അടിവലികളും നടത്തി എന്നാണ് ആ സംഭവങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ചരിത്രകാരനായിരുന്ന ചെറിയാൻ ഫിലിപ്പ് 1/4 നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊരു ഈഴവ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാനാവുമായിരുന്നു കേരള മുഖ്യമന്ത്രി എന്ന് R ശങ്കർ പേട്ടയിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു.
ചരടുവലികൾക്കൊടുവിൽ PSP-കാരനായ പട്ടം താണുപിള്ളയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ തീരുമാനമായി. അപ്പോൾ ശങ്കർ ചാക്കോ ധാരണ അനുസരിച്ച് ചാക്കോയ്ക്കാണ് നിയമസഭാ കക്ഷി നേതൃസ്ഥാനം ലഭിക്കേണ്ടത്. എന്നാൽ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന യോഗം വാൻഡോസിലെ പാർട്ടി ആസ്ഥാനത്ത് നടക്കുമ്പോൾ ഡൽഹിയിൽ നിന്നും നെഹ്റു വിളിച്ചു. പനമ്പിള്ളിയോടും ചാക്കോയോടും സംസാരിച്ച് ശങ്കർ നിയമസഭാ കക്ഷി നേതാവാകണം എന്നായിരുന്നു നെഹ്റുവിൻ്റെ ആവശ്യം. പാർട്ടി അംഗീകരിച്ചു. ശങ്കർ നേതാവായി. അവിടെ തുടങ്ങി ഒരു ചതിയുടെ കഥ. ചാക്കോ അവഗണിക്കപ്പെട്ടപ്പോൾ ഒരു ക്രൈസ്തവ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആരും പറഞ്ഞില്ല. പറയാതെ പോയതുകൊണ്ട് സമുദായക്കാരായ നേതാക്കന്മാർക്ക് പലതും നഷ്ടമായി എന്നത് പിൽക്കാല ചരിത്രം. പട്ടത്തിൻ്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി ശങ്കർ. പനമ്പള്ളിയെപ്പോലെയുള്ള കോൺഗ്രസ്സുകാരാണ് ആദ്യം ഉപമുഖ്യമന്ത്രി പദത്തെ പരിഹസിച്ചത്. ശങ്കറിൻ്റെ പദവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിയമജ്ഞൻ കൂടിയായ പനമ്പള്ളി പറഞ്ഞു, ഭരണഘടനയിൽ ഉള്ള പദവിയല്ലത്, പിന്നെ ഭാരത കേസരി പോലെ ഒരു അലങ്കാരം. അക്കാലത്ത് NSS നേതാവ് മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്നാണ് വിളിച്ചിരുന്നത്. ശങ്കറിനോട് മാത്രമല്ല, മന്നത്തിനോടും അദ്ദേഹം നയിച്ച വിമോചന സമരത്തോടും അതിലൂടെ കോൺഗ്രസിൽ ഇക്കൂട്ടർക്ക് കൈവന്ന മേധാവിത്വത്തോടുമെല്ലാം പനമ്പിള്ളിക്ക് ഉണ്ടായിരുന്ന പരിഹാസമാണ് ആ വാക്കുകളിൽ തുടിച്ചത്. മുന്നണിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും പട്ടം തന്നിഷ്ടം പോലെ ഭരിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി PT ചാക്കോ അടക്കമുള്ള സഹമന്ത്രിമാരും തമ്മിൽ നേരിട്ട് മിണ്ടാത്ത നിലയായി. ആശയവിനിമയം രജിസ്റ്റേർഡ് കത്തുകളിലൂടെയായി. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശങ്കർ അറിയാതെ വിദ്യാഭ്യാസ വകുപ്പിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായി. 2 വർഷം തികയുന്നതിന് മുമ്പ് പട്ടത്തെ ഗവർണറാക്കി കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കളമൊരുക്കി. പുതിയ വിവാദം ഉയരുന്നതിന് മുമ്പേ ശങ്കറോട് മന്ത്രിസഭ ഉണ്ടാക്കാൻ ചാക്കോ ഉപദേശിച്ചു. അവർ ഒന്നിച്ചു നീങ്ങി. ആഭ്യന്തരവും റവന്യൂവും വകുപ്പുകൾ കിട്ടിയ ചാക്കോയെ പ്രതിപക്ഷം മന്ത്രിമുഖ്യൻ എന്ന് പരിഹസിച്ചു. 1963 ഡിസംബർ 8 പീച്ചി യാത്രാ വിവാദമുണ്ടായി. അതോടെ ചാക്കോയ്ക്കെതിരെ പടയൊരുക്കം നടന്നു. വല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ ആരോപണ വിധേയനായ ചാക്കോയുടെ കാലിനടിയിലെ മണ്ണ് ഉതിർത്ത് കളയാൻ ശങ്കറും കളിച്ചു. 63 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ 27 അംഗങ്ങൾ ചാക്കോയുടെ ചോരയ്ക്കായി നിലവിളിച്ചു. മാടായി ഗോപാലൻ നിയമസഭയിൽ സത്യാഗ്രഹം തുടങ്ങി. ഹൈക്കമാൻഡ് ഇടപെട്ടു. കേസന്വേഷണം പൂർത്തിയാകുന്നതുവരെ ചാക്കോയെ വകുപ്പില്ലാ മന്ത്രിയാക്കി നിലനിർത്തണം എന്ന നിർദ്ദേശമുണ്ടായി. ചാക്കോ ദുർബലനാകുന്നു എന്ന് കണ്ട ശങ്കർ 1964 ഫെബ്രുവരി 17 തനിക്ക് ചാക്കോയിൽ വിശ്വാസമില്ലെന്ന് തുറന്നടിച്ചു. ഫെബ്രുവരി 20 ചാക്കോ രാജിവെച്ചു. ആ സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള നിരീക്ഷകരെല്ലാം പ്രതിപക്ഷത്തേക്കാൾ ചാക്കോയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചത് കോൺഗ്രസ്സുകാരായിരുന്നു എന്ന പക്ഷക്കാരാണ്. പിന്നീട് സംഭവിച്ചവയെല്ലാം കോൺഗ്രസിൻ്റെ പതനത്തിനാണ് വഴിവെച്ചത്. ചാക്കോ ഒറ്റപ്പെടുത്തപ്പെട്ടു. 1964 ജൂൺ 14 നടന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചാക്കോയ്ക്ക് താൻ വളർത്തിക്കൊണ്ടുവന്നവരുടെ പോലും മുഴുവൻ വോട്ടും കിട്ടിയില്ല. കോൺഗ്രസിലെ ചാക്കോ ഗ്രൂപ്പിലുണ്ടായിരുന്ന 24 MLA-മാരിൽ 9 പേർ ചാക്കോയ്ക്ക് എതിരായി വോട്ട് ചെയ്തു. ചാക്കോയ്ക്ക് 71 വോട്ട് ലഭിച്ചപ്പോൾ എതിരാളി KC അബ്രഹാമിന് 112 വോട്ട് കിട്ടി. 1964 ഓഗസ്റ്റ് 1 ചാക്കോ അന്തരിച്ചു. സ്പീക്കർ അലക്സാണ്ടർ പറമ്പിത്തറയ്ക്കെതിരെ ലീഗ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പിന്നീട് ചാക്കോ ഗ്രൂപ്പുകാർ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയതടക്കമുള്ള സംഭവങ്ങൾ കോൺഗ്രസിൻ്റെ ശക്തി ചോർത്തി. ചാക്കോയെ ചതിച്ച ശങ്കർ പിന്നീട് ഒരു പദവിയിലേക്കും തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. ചാക്കോയെ ചതിച്ച MLA-മാരുടെയും പിൽക്കാല ചരിത്രം ഏതാണ്ട് സമാനമായി. അവരിൽ ചിലർ പിൽക്കാലത്ത് കേരള കോൺഗ്രസിൽ വരെ എത്തി. 1964 വീണ കോൺഗ്രസ് തിരിച്ചധികാരത്തിലെത്തുന്നത് 1970 അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ 1967 തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് കിട്ടിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് K. കരുണാകരൻ എത്തി. കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കാലമായിരുന്നു കരുണാകരൻ്റേത്. കൂട്ടുകൂടിയും കൂട്ടുകാരെ കബളിപ്പിച്ചുമെല്ലാം കരുണാകരൻ കോൺഗ്രസിന്റെ അംഗബലം കൂട്ടി. 1970 കോൺഗ്രസിന്റെ അംഗബലം 9 നിന്നും 30 1977 അത് 54 1976 പിളർപ്പ് പാർട്ടിയെ വല്ലാതെ ബാധിച്ചു. 1980 ഇന്ദിരാഗാന്ധി വിഭാഗത്തിന് 17 ഇടതുമുന്നണിയിലെത്തിയ വിഭാഗത്തിന് 21 സീറ്റാണ് ലഭിച്ചത്. ആകെ സീറ്റുകൾ 38. 1982 ജനാധിപത്യ മുന്നണിയിൽ 2 പാർട്ടിയായി മത്സരിച്ചു. ഇന്ദിര വിഭാഗത്തിന് 20 ആന്റണി വിഭാഗത്തിന് 15 സീറ്റ് കിട്ടി. 1987 പാർട്ടികൾ ഒന്നിച്ചു, 33 സീറ്റ് കിട്ടി. 1991 അത് 55 1996 വീണ്ടും 37 കരുണാകരൻ്റെ ഏറ്റവും ശക്തമായ കാലമായപ്പോഴേക്കും അദ്ദേഹം പാർട്ടിയെ നിയമസഭയിൽ 140 55 സീറ്റുള്ള വലിയ കക്ഷിയാക്കിയിരുന്നു. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് കേന്ദ്രത്തിലും ശക്തനായ കരുണാകരൻ കേരളത്തിൽ വലിയ ഏകാധിപതിയായി മാറി. പാർട്ടിയിലെ ആന്റണി പക്ഷവും കേരള കോൺഗ്രസും ലീഗുമെല്ലാം കരുണാകരന് എതിരായി.
1992 പള്ളിപ്പുറത്ത് നടന്ന കാർ അപകടത്തെ തുടർന്ന് മകൻ മുരളീധരൻ കരുണാകരന്റെ കിരീടം വയ്ക്കാത്ത രാജാവായി ഭരണം നടത്തുവാൻ നീക്കം ആരംഭിച്ചതോടെ കരുണാകര പക്ഷത്ത് തന്നെ കലാപമായി. ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും MI ഷാനവാസും എല്ലാം ചേർന്ന് തിരുത്തൽവാദി പ്രസ്ഥാനം ആരംഭിച്ചു. അതിനു മുമ്പേ ഹൈക്കമാൻഡിലുള്ള വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് കരുണാകരന്റെ മേൽ രമേശ് നേരിയ വിജയങ്ങൾ നേടുന്നുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ കരുണാകരൻ നിശ്ചയിച്ച വിജയകുമാറിന് പകരം ഒരാൾ മത്സരിക്കാനിടയായത് രമേശിന്റെ കളികൊണ്ടായിരുന്നു എന്നത് അങ്ങാടിപ്പാട്ടായി. കരുണാകരൻ എല്ലാം മനസ്സിൽ സൂക്ഷിച്ച് കരുക്കൾ നീക്കി. രോഗവിമുക്തനായി തിരിച്ചുവന്ന കരുണാകരൻ പാർട്ടിയിലെയും മുന്നണിയിലെയും എതിരാളികളോട് പ്രതികാര നടപടികൾ ആരംഭിച്ചു. രമേശിനെതിരെ ആദ്യമായി BJP ബന്ധ സൂചന നൽകിയത് കരുണാകരനാണ്. അതും 1998 കോട്ടയത്ത് മത്സരിച്ചപ്പോൾ. കരുണാകരന്റെ വാക്കുകൾ ഇടതുപക്ഷം ശരിക്കും വ്യാഖ്യാനിച്ചു. രമേശ് തോറ്റു. ചാരക്കേസിൽ കരുണാകരന്റെ സ്വന്തമായ ശ്രീവാസ്തവയ്ക്കെതിരെ ഉണ്ടായ ഹൈക്കോടതിയുടെ പരാമർശങ്ങളുടെ മറവിൽ 1995 മാർച്ച് 16 അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജി പ്രഖ്യാപനം നടത്തുവാൻ തിരുവനന്തപുരം പുത്തിരിക്കണ്ടത്ത് രാത്രി 8 മണിക്ക് നടത്തിയ പ്രസംഗത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാണ് കരുണാകരനുമായി ബന്ധം പിരിഞ്ഞത് എന്നൊക്കെ രമേശ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അന്ന് ചെയ്തത് ചതി തന്നെയായിരുന്നു എന്നാണ് കരുണാകരനോട് അടുപ്പമുള്ളവർ പറയുന്നത്. രമേശും കാർത്തികേയനും എല്ലാം തിരുത്തൽവാദികളായെങ്കിലും കരുണാകരൻ ഗ്രൂപ്പ് സജീവമായി തുടർന്നു. 2001 ആന്റണി മന്ത്രിസഭയ്ക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയത് കരുണാകര വിഭാഗമായിരുന്നു. 140 അംഗ നിയമസഭയിൽ 62 അംഗങ്ങളാണ് കോൺഗ്രസിനുണ്ടായത്. മുഖ്യമന്ത്രിയാകുവാൻ കരുണാകരൻ നടത്തിയ കളികൾ ആന്റണി സർക്കാരിന് വല്ലാത്ത തലവേദന ഉണ്ടാക്കി. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. ഓഗസ്റ്റ് 24 കാലാവധി പൂർത്തിയാക്കാതെ ആന്റണി രാജിവെച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. കരുണാകരനുമായി തുറന്ന പോരാട്ടത്തിലായിരുന്നു ഉമ്മൻചാണ്ടി. കരുണാകരനോട് വിശ്വസ്ത പുലർത്തിയതിൻ്റെ പേരിൽ ഘടകകക്ഷികളായ ജേക്കബ് ഗ്രൂപ്പിനെയും പിള്ള ഗ്രൂപ്പിനെയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചേർത്തില്ല. 2005 കരുണാകരൻ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. തിരുത്തൽവാദ കാലത്ത് പോലും കരുണാകരൻ്റെ കൂടെ നിന്നവരിൽ വലിയ പങ്കും ഇക്കുറി ഒപ്പം പോയില്ല. ചതിയന്മാർ എന്നാണ് അവരെ മുരളി വിളിച്ചത്. 2005 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് മത്സരിച്ച കരുണാകരൻ്റെ പാർട്ടിക്ക് സാമാന്യം നല്ല വിജയം കിട്ടി. എന്നാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അവരെ കൂടെ കൂട്ടിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനാധിപത്യ മുന്നണിയിൽ വന്നു. ദയനീയമായി തോറ്റു. അന്നാണ് കുട്ടനാട്ടിൽ തോമസ് ചാണ്ടിയുടെ ഉദയം. 2006 കരുണാകരൻ NCPയിൽ ചേർന്നു. അതോടെ ഇടതുമുന്നണി NCPയെ മുന്നണിയിൽ നിന്നും പുറത്താക്കി. എല്ലായിടത്തും തോറ്റ കരുണാകരൻ 2008 കോൺഗ്രസിൽ തിരിച്ചെത്തി. പിന്നെയും 3 വർഷം കൂടി കഴിഞ്ഞ് 2011 മുരളീധരന് പുനർപ്രവേശനം കിട്ടിയത്. കരുണാകരനെ തുടർന്ന് വന്ന ആന്റണിയും പാർട്ടിക്കാരുടെ ചതിയിൽപ്പെട്ടല്ലേ മുഖ്യമന്ത്രി കസേര വിടേണ്ടി വന്നത്. ആന്റണിയോട് നിർവ്യാജമായ കൂറുണ്ടെന്ന് ഉമ്മൻചാണ്ടി എപ്പോഴും പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും നിരീക്ഷകർ വിശ്വസിക്കുന്നില്ല. അവസാനം ഉമ്മൻചാണ്ടിയും ചതിയുടെ ഇരയായി. 2016 തെരഞ്ഞെടുപ്പ് ഫലം ഇടതിന് അനുകൂലമായതിൽ രമേശും വലിയ പങ്കുവഹിച്ചതായി വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ ഏറെയുണ്ട്. ഇടതു പിന്തുണയോടെ KM മാണി മുഖ്യമന്ത്രിയായേക്കും എന്ന് കേട്ടപ്പോൾ വളർത്തിയെടുത്ത ചതിയായിരുന്നില്ലേ ബാർക്കോഴ? രമേശ് അക്കാര്യത്തിൽ നടത്തിയ നീക്കങ്ങൾ ശരിക്കും ചതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കേരള കോൺഗ്രസുകാർ ഏറെയുണ്ട്. മാണിയെ നിഗ്രഹിക്കണം എന്നതിനേക്കാൾ കോൺഗ്രസിൻ്റെ അതിജീവനമായിരുന്നിരിക്കാം രമേശിൻ്റെയോ ബാർക്കോഴയുടെയോ ആസൂത്രകരുടെയോ ലക്ഷ്യം. ബോംബ് പൊട്ടിച്ച ബിജു രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തും കോൺഗ്രസ് MP അടൂർ പ്രകാശിൻ്റെ മകൻ്റെ ഭാര്യാപിതാവുമാണ്. ഈ ചതികളിൽ പലതും അതിജീവന തന്ത്രങ്ങളായും മനസ്സിലാക്കാനാവും. എനിക്ക് ജയിക്കുവാൻ, അധികാരം നേടുവാൻ ആരെയും ഉപയോഗപ്പെടുത്തുക. സ്വന്തം ഗ്രൂപ്പ് ബലപ്പെടുത്തുവാൻ ജോണി നെല്ലൂരിനെ പെരുവഴിയിലാക്കി അങ്കമാലി പിടിച്ചെടുത്ത് റോജിക്ക് കൊടുത്തതിൽ ഇപ്പോൾ രമേശ് സങ്കടപ്പെടുന്നുണ്ടാവും. ജോണിയുടെ സങ്കടം മാത്രമാവും ഇനി രമേശിനു ബാക്കി. റോജി പുതിയ ചക്രവാളങ്ങളിലേക്ക് പറക്കുകയാണ്. അക്കാലത്തൊക്കെ മലയാളികൾക്കിടയിൽ ഏറെ ജനപ്രിയ പരിപാടിയായിരുന്നു ആകാശവാണിയുടെ നാടകോത്സവം. 1994 ഒക്ടോബർ 16 രാത്രി 9:30 ഈ നാടകോത്സവത്തിൽ ഒരു നാടകം വന്നു. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായ S. രമേശൻ നായർ രചിച്ച ശതാഭിഷേകം. തകർന്നു പോകുന്ന ഒരു നായർ തറവാടിൻ്റെ കഥയായിരുന്നു ഇതിവൃത്തം. ശുദ്ധനും ശാഠ്യക്കാരനുമായ കാരണവർ കിട്ടുമാൻ, സ്വാർത്ഥമതിയായ ഭാര്യ ഭരണാക്ഷിയമ്മ, മാനസിക വെല്ലുവിളി നേരിടുന്ന വളർത്തുമകൻ കിങ്ങിണിക്കുട്ടൻ, കുറെ ഉപദേഷ്ടാക്കൾ. ഇവരിലൂടെ തകർന്നടയുന്ന ഒരു നായർ തറവാടിൻ്റെ ദുരന്ത കഥയായിരുന്നു ശതാഭിഷേകം അവതരിപ്പിച്ചത്. അക്കാലത്ത് K. കരുണാകരനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദുർബലമായ കാലത്ത് ഹൈക്കമാൻഡിൽ നല്ല വിലയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശരിക്കും ഒരു കിങ് മേക്കർ.
പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി ശരത് പവാറും അർജുൻ സിംഗും നരസിംഹറാവുമെല്ലാം കരുക്കൾ നീക്കിയ കാലം. ആ പദത്തിൽ കണ്ണില്ലാതിരുന്ന കരുണാകരൻ ശക്തനായി. കേന്ദ്രത്തിൽ ശക്തനായതോടെ കരുണാകരൻ കേരളത്തിൽ എല്ലാ മുന്നണി മര്യാദകളും മറന്നുള്ള ഭരണമായി. ഘടകകക്ഷികൾ മാത്രമല്ല, കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പുകാരും വല്ലാതെ ക്ഷുഭിതരായി. കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഭരണത്തിൽ വല്ലാതെ ഇടപെടുന്നുവെന്നും ഭരണ സംവിധാനങ്ങൾ ദുരുപയോഗിച്ച് അന്യായ നേട്ടങ്ങൾ സമ്പാദിക്കുന്നുവെന്നും IG രമൺ ശ്രീവാസ്തവയും ചീഫ് സെക്രട്ടറി പത്മകുമാറിനെയും പോലുള്ള ഉദ്യോഗസ്ഥർ കരുണാകരനെ വല്ലാതെ വഴിതെറ്റിക്കുന്നുവെന്നും നാട്ടിൽ പാട്ടായി. മുരളിയെക്കുറിച്ചും കരുണാകരനെക്കുറിച്ചും നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന വായ്ത്താരികളാണ് നാടകത്തിലെ കഥാപാത്രങ്ങളുടെ വായിലൂടെ പുറത്തു വന്നത്. കടുത്ത കരുണാകർ ഭക്തരല്ലാത്ത ജനത്തിന് നാടകം വല്ലാതെ ഇഷ്ടപ്പെട്ടു. നാടകം പുനർസംപ്രേഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് ആയിരങ്ങളാണ്. പ്രതിപക്ഷം നാടകം റെക്കോർഡ് ചെയ്ത് നാട്ടിലെങ്ങും പ്രചരിപ്പിച്ചു. നാടകം പുസ്തകമാക്കിയപ്പോൾ 1 മാസം കൊണ്ട് 12 പതിപ്പുകൾ അച്ചടിക്കപ്പെട്ടു. 25,000 പ്രതികളാണ് വിറ്റത്. രമേശൻ നായർ വല്ലാതെ പ്രസിദ്ധനായി. നല്ല കവിയായ രമേശൻ നായർ പക്ഷേ നാട്ടിൽ പ്രസിദ്ധനായത് കിങ്ങിണിക്കുട്ടൻ്റെ പേരിലാണ്. അത്ര ഹിറ്റായിരുന്നു ആ കഥാപാത്രം. ആക്ഷേപവിധേയനായ കരുണാകരനും കൂട്ടരും വെറുതെ ഇരുന്നില്ല. രമേശൻ നായരെ തലസ്ഥാനത്ത് റേഡിയോ നിലയത്തിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് സ്ഥലം മാറ്റി. കാശ്മീരിലേക്ക് സ്ഥലം മാറ്റാനായിരുന്നു ആലോചന. എന്തുകൊണ്ടോ അത് പോർട്ട് ബ്ലെയറായി. 12 വർഷത്തെ സർവീസ് ബാക്കിയുണ്ടായിരുന്നു രമേശൻ നായർക്ക്. ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ വരെ ആകാമായിരുന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം രാജിവെച്ചു, സേവനം അവസാനിപ്പിച്ചു. അദ്ദേഹത്തെ സ്ഥലം മാറ്റിച്ചത് കരുണാകരനല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന താനായിരുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അക്കാലത്തെ പ്രസ് സെക്രട്ടറി അടുത്ത കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. കരുണാകരൻ്റെ പ്രസ് സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആകാശവാണിക്കാർ നടപ്പാക്കിയത് എന്ന് ജനത്തിന് മനസ്സിലാകില്ലെന്ന് അദ്ദേഹം കരുതാനിടയില്ല. രമേശൻ നായർക്ക് മുമ്പ് തോട്ടം രാജശേഖരൻ എന്ന കേരളത്തിലെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർക്കും ഇത്തരം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സാക്ഷാൽ ആന്റണിയെക്കുറിച്ച് കൂട്ടിലെ തത്ത എന്ന പേരിലോ മറ്റോ ഒരു കഥ പ്രസിദ്ധീകരിച്ചതിനായിരുന്നു. കരുണാകരൻ തിരിച്ചു മുഖ്യമന്ത്രി ആയപ്പോഴാണ് തോട്ടത്തിനും നഷ്ടപ്പെട്ട പദവി കിട്ടിയത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓരോ കലാസൃഷ്ടിയും സമൂഹത്തിനു നേരെ തിരിച്ചുപിടിക്കുന്ന മുഖക്കണ്ണാടികളാണ് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഒരു കലാസൃഷ്ടിയെ ഡോക്യുമെൻ്ററിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിലുള്ള കാൽപ്പനികമായ അംശങ്ങളാണ്. അത്തരം അംശങ്ങൾ ഭാവനയ്ക്കനുസരിച്ച് ശക്തവും വ്യത്യസ്തവുമാകാം. രമേശൻ നായരുടെ സൃഷ്ടിയിലും അത്തരം അതിഭാവുകത്വങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 2021 ആ നാടകം പ്രക്ഷേപണം ചെയ്ത് 3 ദശാബ്ദം പിന്നിടുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ശതാഭിഷേകത്തിലെ തറവാട് പോലെയായില്ലേ കരുണാകരൻ്റെ പിന്നീടുള്ള നാളുകൾ. അദ്ദേഹത്തിന് അപമാനകരമായ വിധം പദവി ഒഴിയേണ്ടി വന്നു. ഉപദേശകരിൽ പലരും പല കേസുകളിൽ പ്രതികളായി. കരുണാകരൻ പാർട്ടി വിടേണ്ടി വന്നു. ഉപദേശകരായി നിന്ന TM ജേക്കബിനെയും ബാലകൃഷ്ണപിള്ളയെയും പോലുള്ള ചെറിയ പാർട്ടികളുടെ വലിയ നേതാക്കൾക്കും ആത്മരക്ഷയ്ക്കായി കരുണാകരനെ വിടേണ്ടി വന്നു. കരുണാകരൻ ഉണ്ടാക്കിയ ജനാധിപത്യ ഇന്ദിരാ കോൺഗ്രസിൽ ചേർന്ന ജേക്കബിന് മുരളിയുമായി യോജിച്ചു പോകാനാവാതെ വന്നു. കരുണാകരനെ സ്നേഹിച്ചപ്പോഴും ജേക്കബ് പാർട്ടി വിട്ടു. പിന്നീട് ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചു കയറാൻ വല്ലാതെ ക്ലേശിച്ചു. കിങ്ങിണിക്കുട്ടനായി ചിത്രീകരിക്കപ്പെട്ട മുരളിയും അച്ഛനും തമ്മിൽ പരസ്പരം മിണ്ടാത്ത കാലം വന്നു. അച്ഛനും മകനും കുറേ കാലം 2 പാർട്ടിയിലായി. അവസാനം കോൺഗ്രസിൽ തിരിച്ചെത്താൻ മുരളിക്ക് എത്ര കാലം കാത്തുകിടക്കേണ്ടി വന്നു. ആരുടെയെല്ലാം പരിഹാസം കേൾക്കേണ്ടി വന്നു. കോൺഗ്രസും ജനാധിപത്യ മുന്നണിയും വല്ലാത്ത തിരിച്ചടികൾക്ക് വിധേയരായി. ശതാഭിഷേകത്തിലെ സന്ദേശം മനസ്സിലാക്കി തിരുത്തലുകൾ നടത്തിയിരുന്നെങ്കിലും കരുണാകരന് അവസാന കാലത്തുണ്ടായ തിരസ്കരണവും നിന്ദനവുമെങ്കിലും ഒഴിവാക്കാമായിരുന്നല്ലോ. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.